നമസ്കാരം, ഞാൻ നിങ്ങളുടെ ജോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത് ഒരു സ്കൂട്ടി എങ്ങനെ എളുപ്പത്തിൽ ഓടിക്കാൻ പഠിക്കാം എന്നതിനെ പറ്റിയാണ്. പലരും എന്നോട് വന്ന് കമൻറ്റ് ബോക്സിൽ ചോദിച്ചു, ഒരു സ്കൂട്ടി എളുപ്പത്തിൽ ഓടിക്കാൻ പഠിക്കുന്നതെന്ന് ഒരു വീഡിയോ ചെയ്യാമോ, അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പലരും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സ്കൂട്ടി ഓടിക്കാൻ അറിയാവുന്നവരുണ്ടാകാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണമെന്നില്ല. അപ്പം അറിയാത്തവർക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പം അറിയാത്ത ഒരുപാട് പേര് ലൈസൻസും എടുത്ത് ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ വണ്ടി വീട്ടിലുണ്ടായിട്ടും വണ്ടി ഓടിക്കാൻ ഭയം കാരണം ഓടിക്കാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മറ്റുള്ള ആശ്രയം കൂടാതെ എളുപ്പത്തിൽ ഒരു സ്കൂട്ടി എങ്ങനെ പഠിക്കാമെന്നതിനെപ്പറ്റി ഈ ഒരു വീഡിയോയിൽ പറയുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക്. നമ്മൾ വണ്ടി ഓടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വണ്ടി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഇതാണ് ഹാൻഡിൽ. ഇത് നമ്മുടെ ഫ്രണ്ട് ബ്രേക്ക്, അതുപോലെ തന്നെ ഇത് ബാക്കിലെ ബ്രേക്ക്, ക്ലച്ച് ഉൾപ്പെടെയുള്ളതാണ് ഈ ബ്രേക്ക് ബാക്കിലേത്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ക്ലച്ച് ബ്രേക്കിൽ പിടിച്ചതുകൊണ്ട്, നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലെ ബാക്കിലെ ബ്രേക്ക് പിടിച്ചതുകൊണ്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ച് ഇരിക്കുന്നത്. അപ്പോൾ ആ ബ്രേക്കിൽ പിടിക്കുക, അതിന് ശേഷം നമ്മൾ താക്കോൽ ഓൺ ചെയ്ത് ബ്രേക്കിൽ പിടിച്ച് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ താക്കോൽ ഇടുന്ന ഭാഗം കൂടെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു പൊസിഷനിലായിരിക്കും ചിലപ്പോൾ താക്കോൽ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ എവിടെയാണ് താക്കോൽ ഇടുന്നതെന്ന് ചിലർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം ആ കൺഫ്യൂഷൻ മാറണം. നിങ്ങൾ ആ താക്കോൽ ആദ്യം എടുക്കുക. ഇതുപോലെ ആ താക്കോൽ എടുത്തപ്പം ഇതുപോലൊരു വെട്ടുണ്ടാകും ഇവിടെ. ഈ ഒരു വെട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ നമ്മുടെ ഈ ഒരു ഗ്യാപ്പിനകത്തോട്ട് നമ്മൾ ഇടുക. ഇട്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് തിരിക്കുക. ഇങ്ങനെ തിരിച്ച് കഴിയുമ്പോൾ ഇവിടെ ആ ഹോള് വരും. നമുക്ക് ആ താക്കോൽ ഇടേണ്ട പൊസിഷൻ ഉണ്ടാകും. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ താക്കോൽ നേരെ നമ്മൾ അതിനകത്ത് ഇടാൻ. അപ്പോൾ ഞാൻ താക്കോലിട്ടിട്ട് ഒന്ന് തിരിക്കുക. ഒന്ന് തിരിച്ച് കഴിയുമ്പം എന്താ സംഭവിക്കുക, നമ്മുടെ സീറ്റിൻ്റെ നമ്മൾ തുറക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്തിലാണ് നമുക്ക് പെട്രോൾ അടിക്കേണ്ടതല്ല, ഇതിനകത്തിലാണ് നമുക്ക് പെട്രോൾ ടാങ്കിൻ്റെ അടപ്പ് എല്ലാം വരുന്നത് ഇതിനകത്തിലാണ്. അപ്പം ഇങ്ങനെ ഒന്ന് തിരിച്ചതിന് ശേഷം ഒരു തിരിക്കുന്നതിന് ശേഷം നമുക്ക് ഇത് ഇവിടെ കാണാം, സ്വിച്ച് കാണാം, സീറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മളൊന്ന് പ്രസ് ചെയ്യുക. ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, എന്ത് സംഭവിക്കും, ഇതുകൊണ്ട് തുറന്ന് വരും. അപ്പം ഇവിടെയാണ് പെട്രോൾ അടിക്കേണ്ട ഇതൊക്കെ ഉള്ളത്. ഈ ഗ്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പെട്രോൾ അടിക്കാം. അതുപോലെ തന്നെ ഹെൽമെറ്റും വണ്ടിയുടെ പേപ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാൻ ഉള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. ഇതിന് ശേഷം ഇതാണ് ഹോണ്. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ ഉണ്ടാവും. നമുക്ക് ലെഫ്റ്റും റൈറ്റും ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഹെഡ്ലൈറ്റിൻ്റെ അതായത് പവർ കൂടുതൽ ഡിമ്മും ബ്രൈറ്റും അടിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ എപ്പോഴും നമ്മൾ വെക്കുമ്പോൾ വണ്ടി വെക്കുമ്പോൾ നമ്മൾ ഈ സെൻട്രൽ സ്റ്റാൻഡിൽ വണ്ടി വെക്കാൻ ശ്രമിക്കുക. ഇത് സൈഡ് സ്റ്റാൻഡാണ്. സൈഡ് സ്റ്റാൻഡ്. ഈ സെൻട്രൽ സ്റ്റാൻഡിൽ വണ്ടി വയ്ക്കുക. അപ്പം വണ്ടി മറിഞ്ഞ് വീഴാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വണ്ടി ഇരുന്നുള്ളൂ. രണ്ട് സൈഡിലും ആ ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ വണ്ടി ആ സൈഡിൽ തന്നെ ആ സെൻറ്ററിൽ തന്നെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതാണ് കിക്കർ. അപ്പോൾ ഈ കിക്കർ മേപ്പോട്ട് വലിക്കുക. ഒന്ന് വലിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കിക്കർ അടിച്ചു വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇതാണ് കിക്കർ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ മടങ്ങിയിരിക്കും. അപ്പോൾ ഇതൊന്ന് നുറുക്കുക. ഈ നുറുത്തതിന് ശേഷം ഇത് നമ്മൾ കാല് വെച്ച് പ്രസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ സ്വിച്ച് ഓണാക്കി ഇത് വലിച്ച് കിക്കർ വലിച്ച് ഇത് ചവിട്ടി കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ടാകും. അങ്ങനെ നമ്മൾ രാവിലെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ വേണം, കിക്കറിൽ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അതിന് വേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പുറകെ ഇരിക്കുന്നവർക്ക് നമുക്ക് ചവിട്ടാനുള്ള സാധനമാണിത്. അതുപോലെ തന്നെ ഇതിലും നേരെ തിരിഞ്ഞിരിക്കുന്നവർക്ക് ഇതിൽ കാല് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ മടക്കി വെച്ച് ഓടിക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയിപ്പം വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഒന്ന് താക്കോൽ തിരിച്ച് ഓണാക്കി, വണ്ടി ചാവി ഓണാക്കി, ബ്രേക്ക് നമ്മൾ പിടിച്ചു, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. ഈ സ്റ്റാർട്ടായതിന് ശേഷം നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്, നമ്മൾ ഈ ആക്സിലേറ്റർ കൈ കൊടുക്കേണ്ടത് നമ്മൾ ഒരുപാട് കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് കൈ പിടിക്കേണ്ടത്. നമ്മളിങ്ങനെയൊന്നും കൈ പിടിച്ച് കളയരുത്. നമ്മളിങ്ങനെ ഈ സെൻട്രലായിട്ട് ഇങ്ങനെ പിടിക്കുക. പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്യുക. അതൊരു 2-3 പേപ്പറിനെ കണ്ട് ഞാൻ ഈ പഠിപ്പിക്കുന്നവരോട് പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ നേരിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് പേര്.
അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതും പഠിപ്പിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ പിടിക്കേണ്ടത് നമ്മളിങ്ങനെ ഈ ഒരു 3 പേപ്പറിൻ്റെ കനം ഈ ഒരു രീതിയിലേക്ക് പിടിക്കുക. നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കരുത്. ഒരു 2-3 പേപ്പറിൻ്റെ കനം മാത്രമേ പിടിക്കുക. അപ്പോൾ അതനുസരിച്ച് വണ്ടിയുടെ റോഡ് അനുസരിച്ച് കയറ്റവും ഇറക്കവും നിരപ്പും ഒക്കെ അനുസരിച്ച് വണ്ടിക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് പോകും. അപ്പോൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ച് കൊടുക്കുക. അപ്പം ഇങ്ങനെയാണ് ആക്സിലേറ്റർ പിടിക്കേണ്ടത്. അതപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയുള്ള റോഡ് ഏതാണെന്ന് സ്ഥലത്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഗ്രൗണ്ടുകളിൽ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ. നിങ്ങൾക്ക് ഒരു സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്തവരായിരിക്കും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ കഴിവതും ഇങ്ങനെ കാല് കുത്തി തന്നെ നിങ്ങൾ വണ്ടി ഓടിക്കാൻ പഠിക്കുക. നിങ്ങൾ ഒരിക്കലും അല്ലാതെ അതുകൊണ്ടാണ് ഈ കാല് കുത്തുന്നത്. നമ്മളിങ്ങനെ കുത്തി തന്നെ കാല് കുത്തുക. 2 സൈഡിൽ നിന്ന് കാല് കുത്തി തന്നെ ഓടിക്കുക. അപ്പോൾ ഇങ്ങനെ അടുപ്പിച്ചല്ല കാല് കുത്തി ഓടിക്കേണ്ട, അകത്തി കാല് അടുപ്പിച്ച് നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ പോവുക. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾ ആ പഠിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ വളഞ്ഞ് നിങ്ങൾ ഒരിക്കലും ഹാൻഡിൽ ഇതുപോലെ വളച്ച് നിങ്ങൾ ഒരിക്കലും ഓടിക്കാൻ ശ്രമിക്കരുത്. കാരണം നിങ്ങൾ നേരെ തന്നെ സ്ട്രെയിറ്റ് തന്നെ പിടിച്ച് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കാല് കുത്തി ഈ ഒരു രീതി തന്നെ നേരെ തന്നെ കൊണ്ടുപോയി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഇത് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യും, കാലെടുത്ത് നിങ്ങൾ മേളിൽ ഇതുപോലെ 2 കാലും ഇതുപോലെ മേളിൽ തന്നെ വെച്ച് നിങ്ങൾ ഓടിക്കാൻ നിങ്ങൾ പഠിക്കും. ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെ വന്നാൽ മാത്രമേ അത് പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ഈ ഒരു ഹാൻഡിൽ നിങ്ങൾ തിരിച്ച് ഓടിക്കാൻ പഠിക്കാവൂ. ഈ ഒരു രീതിയിൽ തിരിക്കാവൂ. കാരണം അല്ലാതെ നിങ്ങൾ ഈ വരുന്ന സമയത്ത് നിങ്ങൾ കാല് മേളിൽ വെച്ച് നിങ്ങൾക്ക് ബാലൻസ് ഇല്ലാത്ത സമയത്ത് ഒരു കാരണവശാലും നിങ്ങളിങ്ങനെ വളച്ചോടിക്കാൻ ശ്രമിക്കരുത്. കാരണം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ കാല് ചിലപ്പോൾ പെട്ടെന്നൊരു കാരണവശാലും നിങ്ങൾ കുത്തുന്ന സമയത്ത് ചിലപ്പോൾ അടുത്തായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നേരെ പോയി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കാലൊക്കെ മേളിൽ വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ വളവ് ലെഫ്റ്റിലോട്ടുള്ള വളവായാലും പതുക്കെ നിങ്ങളൊന്ന് തിരിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഒരു വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കൊരു സ്കൂട്ടി ഓടിക്കാൻ പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിച്ചാൽ ഞാൻ അതിനെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നല്ലൊരു വീഡിയോ അടുത്ത ക്ലാസ്സിൽ കാണുമ്പോൾ ഗുഡ് ബൈ.